വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാനില്ല. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് എഡ്യൂമാർട്ട് ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ സംഭവങ്ങളും ഉള്ളതെന്നാണ് പറയുന്നിരിക്കുന്നത്. ഫാൻസി ടോയ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സ്പോർട്സ്, ഗിഫ്റ്റ്സ്, സ്റ്റേഷനറി, ബുക്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, ക്രോക്കറി, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം. അതേപോലെ അതിന് കാറും ഉണ്ട് ഗൈസ്. എക്സ്ചേഞ്ച് മേളയാണ്. യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ഡു കോൺടാക്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് നോക്കാം. എനിക്കറിയില്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന്. ലെറ്റ് മീ സീ. സംഭവങ്ങളില്ല ഗൈസ്, എല്ലാ സംഭവങ്ങളും അവൈലബിൾ. ഒരു സ്റ്റോർ വന്നാൽ യു വിൽ ബൈ എവറിത്തിങ് ഇസ് അവൈലബിൾ. അതെ, ഇഷ്ടപ്പെട്ട സെക്ഷൻസ് ആണ് ഗൈസ്. ഫുൾ പെയിൻറ്റിങ്സ് ആണ്. അതൊക്കെ കുറേ റോസ് ഐറ്റംസ്, ബുക്സ്, ഓൾ തിങ്സ് ആണ്. ഒരു 5-10 മേടിച്ച് വീട്ടിൽ വയ്ക്കാൻ. അപ്പോൾ ഇവർ മേടിച്ചതാണെന്ന് പറയാം. ഇതൊക്കെ മേടിച്ച് വെക്കടാ. എല്ലാ സംഭവവും ഞാൻ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ എടുത്തു. എല്ലാം ഉണ്ട് ഗൈസ്. എനിക്ക് ഏതെടുക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ കുടയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഒരു ട്രോളിക്കകത്ത് കയറി ഇരിപ്പുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. എല്ലാ സംഭവം. ഇത് ഈ മാറ്റിനൊക്കെ എത്രയാണ്? ഞാനൊന്നും വാങ്ങിച്ചത് ഭയങ്കര അല്ലായിരുന്നു. ഇപ്പോൾ ഈ ഗാർഡിൻ്റെ ഒക്കെ 600 സെയിം. ഹിറ്റാ? അല്ല, ഞാൻ ഹിറ്റാ വാങ്ങിച്ചത്. ഇതെല്ലാം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഗൈസ്. ഇതിനെയും പിടിച്ചാണ് നമ്മൾ നടക്കുന്നത്. ഇത് അവിടെയൊക്കെ നോക്ക്. ലൈറ്റർ ഗൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ അന്നേ എന്തിനാണ് ഇത്ര വലിയ ലൈറ്റർ വിളിച്ച് അറിയത്തില്ല. അന്നിനാ ടേപ്പൊക്കെ അതൊക്കെ കൊണ്ടുപോയി. ഒരു യൂസ് ഇല്ലാത്ത സാധനം. ഇത് വരട്ടെ, ചുറ്റിക ഇതൊക്കെ വേണമെങ്കിൽ. ഇവിടെ എല്ലാം നമുക്ക് കിച്ചൺ ആക്സസറീസ് ഒക്കെയാണ്. പിന്നെ മാറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഗൈസ് ഉള്ളത്. അടിപൊളിയായിട്ടുണ്ട്. കൂർക്ക റെഡിയാക്കി വെച്ചാൽ അത് റെഡിയാക്കി അവർ വെച്ചിരിക്കുകയാണ്. വാവ്, കൊണ്ടവിടെ വെക്കണം. ഡോഗിൻ്റെ ഒക്കെ ഫുഡാണ്. ഇതാ നമ്മുടെ ഫുഡൊക്കെ ഇവിടെയുള്ളത്. ഇവിടെ നോക്കാം. ഇതേ നമ്മൾ ഈ കാണുന്ന ടേസ്റ്റി നിബിൾസിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗൈസ്. നമ്മൾ പരസ്യം കാണുന്നതൊക്കെ. ഏത് എന്താടാ അത്? എന്താ സാധനം? അതെ, ഓക്കെ. ഏകദേശം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകും. അവിടെ ഫുൾ ബുക്സ് ഒക്കെയാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ബുക്സും ഇങ്ങനെയുള്ളത്. വാവ്, അടിപൊളി ഗൈസ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ക്യാരം ബോർഡ് വേണോ ബോൾ വേണോ? നീ തന്നെ തീരുമാനിച്ചോ എന്താ വേണം. സ്ഥലമാണ്. ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്. ഏതെടുക്കണം ഒരുപ്പെടുത്തുള്ളൂ ഗൈസ്. അടിപൊളി. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെയാണ് ഗൈസ്. അടിപൊളി. അവിടെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞു. സൂപ്പറാ. ഐറ്റംസ് എല്ലാം ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് എല്ലാം മേടിച്ച് കെട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഒരു മാർട്ടാണ്, ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇല്ല, കുഴപ്പമില്ല, റീസണബിൾ ആണ്, നല്ലതാണ്. ദെൻ പച്ചക്കറിക്ക് എല്ലാത്തിനും നല്ല വില കുറവാണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി മറ്റേ മാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. എല്ലാം ബുക്സും ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്റ്റേഷനറി ആവട്ടെ, കുട്ടികൾക്കുള്ള ആക്സസറീസ്, ബ്രൈറ്റ്, എന്തൊക്കെ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു ഇത് എവിടെയാണ്? തൃശ്ശൂരാ? ടൗണിൽ. അപ്പോൾ തൃശ്ശൂർ ടൗണിലാണ് സംഭവങ്ങൾ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാം. ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് നമുക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഫുൾ ലൈറ്റിങ്സ് ആണ് ഗൈസ്. എനിക്കൊന്ന് പൂരമാണ് 6-ാം തീയതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണെന്ന് തോന്നുന്നു. നമ്മളെ പൂരത്തിൻ്റെയാണെന്ന് പറഞ്ഞതല്ലേ. ഇത് ഈ പള്ളിയുടെ വക എന്തോ ഒരു ആഘോഷമാണ്. സെൻറ്റ് ജോസഫ് ചർച്ചാണ്. സോ അതിൻ്റെ ആഘോഷമാണ് എന്തോ. അതിനാണ് ഈ ലൈറ്റിങ്സ് ഒക്കെ അവിടെയൊക്കെ ഫുള്ള് ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ എന്തോ പെരുന്നാളാണെന്ന് തോന്നുന്നു. അതിൻ്റെ നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെ കുരുത്തോല പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഓശാന പെരുന്നാളാ? കൊള്ളാട്ടോ, നല്ല രസം. നല്ല ഭംഗിയാണ്. ഫുള്ള് അങ്ങനെയാണ്. ഈസ്റ്ററാണ് കഴിഞ്ഞത്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. അവിടെ എന്തൊക്കെയോ ആഘോഷമാണ്. സെൻറ്റ് ജോസഫ് ചർച്ച്. അപ്പോൾ പൂരത്തിൻ്റെ അല്ല, പൂരത്തിൻ്റെ എവിടേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അവിടെ നമുക്ക് ഭംഗിയാൻ നോക്കിയേ എന്തോ പെരുന്നാളോ. നല്ല രസമുണ്ട്, മൊത്തം അടിപൊളിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ സൂഫി മന്ദിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ വന്നതാണ്, എങ്കിലും ഇതിൻ്റെ രുചി കണ്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ വരാൻ നമുക്ക് തോന്നി. അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് ഹാവ് സം ടൈം. സോ നമ്മൾ സൂഫി മന്തി വന്നിട്ട് ഏതാ എന്ത് ഷവായി മന്തിയാണ് ഗൈസ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. മയനീസ്, സാലഡ്, എന്തോ ഒരു ചട്നി പോലത്തെ സാധനം. പിന്നെ നമുക്കതിൻ്റെ ചിക്കൻ വന്നിരിക്കുന്നതാണ് 3 പീസായിട്ടുണ്ട്. നമ്മൾ 3/4 ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഗൈസ്.
ഷവായി മന്തി സോറി. പിന്നെ നമ്മൾ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര ഒരു ആഘോഷമാണ്, ചെണ്ടമേളമൊക്കെ നടക്കുകയാണ്. ആ പള്ളിയുടെ ഇതാണ്. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു ബ്ലോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.